വയനാട്ടിലേക്കാണ് നമ്മൾ ആദ്യം എത്തുന്നത്. കാരണം ഉരുൾപൊട്ടലുണ്ടായ ഇടങ്ങളിൽ ഇന്ന് ജനകീയ തിരച്ചിലാണ്. അതെ, ഒരുപക്ഷെ ഏറ്റവും ഫലപ്രദവും ഇതാവാം. കാര്യം എത്ര വിദഗ്ധ സംഘം എത്തിക്കഴിഞ്ഞാലും ആ പ്രദേശം അറിയുന്നവർ, ആ ഭൂപ്രകൃതി അറിയുന്നവർ, അവിടെ താമസിച്ചിരുന്നവർ, അല്ലെങ്കിൽ അവരുടെ ഉറ്റവരും ഉടയവരും എവിടെ പോയിരുന്നു എന്ന് അറിയുന്നവരെ കൂട്ടി ഉള്ള തിരച്ചിലാണ്. ഒരുപക്ഷെ ആദ്യം സുരക്ഷാ കാരണങ്ങളാലായിരിക്കാം, അതല്ലെങ്കിൽ സുഗമമായ തിരച്ചിലിന് തടസ്സമുണ്ടാകും എന്നുള്ളത് കൊണ്ട് ആയിരിക്കാം ഇതിന് ഒരു പരിവപ്പെടണമല്ലോ. കാരണം ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും ഒക്കെ മാറി താമസിക്കുന്നവർ ഒരുപക്ഷെ ഇത്രയും ദിവസത്തിനുള്ളിൽ അവർ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ഇതിനായിട്ട് ഇറങ്ങുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ആ ഒരു നിരാശയുടെയും ദുരന്തത്തിന്റെയും ദുഃഖത്തിന്റെയും നാളുകൾ പിന്നിട്ട് അതിജീവനത്തിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങുകയാണ്. അതൊരു ഭാഗത്ത് നാളെ പ്രധാനമന്ത്രി എത്തുകയും ചെയ്യുന്നു. ഇന്ന് ആദ്യം നമ്മളോടൊപ്പം ചേരുന്ന ചൂരൽമലയിൽ നിന്ന് മിഥുൻ മുരളിയാണ്. മിഥുൻ, ഇന്ന് ജനകീയ തെരച്ചിൽ എന്ന് തന്നെയാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം. അതോടൊപ്പം തന്നെ കേന്ദ്ര സംഘത്തിന്റെ വരവ്. എപ്പോഴാണ് കേന്ദ്ര സംഘം എത്തുന്നത്? മറ്റ് വിവരങ്ങൾ കൂടി. തെരച്ചിൽ രാവിലെ 9 മണിയോടുകൂടി ആരംഭിക്കും. രക്ഷാദൌത്യം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് മുഴുവൻ ആളുകളെയും, നാട്ടുകാരെയും, മുണ്ടക്കയും ചൂരൽമലയും ഒക്കെ ആയിട്ട് അടുത്തു നിൽക്കുന്ന ഈ പ്രദേശങ്ങളൊക്കെ കൃത്യമായി അറിയാവുന്ന വയനാടിന്റെ മറ്റു മേഖലകളിലുള്ള ആളുകൾ, ഒപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കാണാതായവരുടെ ബന്ധുക്കൾ, ഇവർക്കെല്ലാം പങ്കെടുക്കാൻ കഴിയുന്ന ഒരു തിരച്ചിലാണ് ഇന്ന് ഉണ്ടാകുക. ഒപ്പം അഗ്നിരക്ഷാസേനയും പോലീസും NDRF-ഉം ഒക്കെ ഈ തെരച്ചിലിന് നേതൃത്വം നൽകുകയും ചെയ്യും. ഏതൊക്കെ ഭാഗത്താണ് വലിയ ഇരുനില വീടുകൾ ഉണ്ടായിരുന്നത്, ഹോട്ടലുകൾ ഉണ്ടായിരുന്നത്, മറ്റ് കടകളൊക്കെ പ്രവർത്തിച്ചിരുന്നത് എന്നതിനെ കൃത്യമായ വിവരങ്ങളുള്ള ആളുകളെ കൂടി കൊണ്ടുള്ള ഒരു തിരച്ചിലാണ് ഇന്ന് ഉണ്ടാകുക. കഴിഞ്ഞ ദിവസങ്ങളിലും ഈ പ്രദേശവാസികളുടെ ഒക്കെ സഹായം തേടിക്കൊണ്ട് വ്യാപകമായ ഒരു തിരച്ചിലായിരിക്കും ഇന്ന് നടക്കുക. പ്രധാനമായും മുണ്ടക്കൈ, പുഞ്ചിരിവട്ടം, ചൂരൽമല മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും തെരച്ചിൽ ഉണ്ടാകും. മുണ്ടക്കൈ, പുഞ്ചിരിവട്ടം ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ കാര്യമായി മൃതശരീര ഭാഗങ്ങളോ കണ്ടെത്താൻ പറ്റാതിരുന്ന ഒരു സാഹചര്യവുമുണ്ട്. അതിനും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുതന്നെയായിരുന്നു. വലിയ രീതിയിലുള്ള മൺകൂനകൾ ഈ ഭാഗങ്ങളിലെല്ലാം രൂപപ്പെട്ടിട്ടുണ്ട്. 35 അടി 40 അടിയൊക്കെ താഴ്ചയിലേക്ക് ഈ മൺകൂനകൾ പതിപ്പിച്ചിട്ടുണ്ട് ഈ മൃതശരീരങ്ങൾ. ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ ഭാഗത്ത് നിന്ന് മൃതശരീര ഭാഗങ്ങളോ ഒന്നും അങ്ങനെ കണ്ടെത്താൻ പറ്റാത്ത ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. ചാലിയാർ പുഴയിൽ നിന്നും നിലമ്പൂർ വനമേഖലകളിൽ നിന്നും സൺറൈസ് വാലിയുടെ വിവിധ വനാന്തരങ്ങളിൽ നിന്നുമൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ മൃതശരീര ഭാഗങ്ങൾ കണ്ടെത്തിയത്. അതോടൊപ്പം തന്നെ ഈ വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരച്ചിലും ഉണ്ടാകും. വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരച്ചിലിന് ആ പ്രദേശങ്ങളിലെ വനവാസികളുടെ സഹായവും ഉണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിലും ഈ വനവാസികളിൽ നിന്നും നല്ല രീതിയിലുള്ള ഒരു സഹായം ദൗത്യ സംഘത്തിന് ഈ വനമേഖലകളിൽ ലഭിക്കുകയും ചെയ്തിരുന്നു. വനവാസികളാണ് നിലമ്പൂർ, പോത്തുങ്കൽ മേഖലകളിലും സൺറൈസ് വാലിക്ക് സമീപമുള്ള വനാന്തര പ്രദേശങ്ങളിലുമൊക്കെ മൃതശരീരങ്ങളിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നു എന്ന കാര്യം ആദ്യം പോലീസിനെയും ഫയർഫോഴ്സിനെയും വനം വകുപ്പിനെയും ഒക്കെ അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വ്യാപകമായ തിരച്ചിൽ നടത്താം, ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് ഒരു തിരച്ചിൽ നടത്താം എന്നുള്ള തീരുമാനത്തിലേക്ക് ദൗത്യ സംഘം എത്തുകയും ചെയ്തിരുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ഈ സൺറൈസ് വാലിയിൽ നിന്നും ഏറെ ദുർഘടമായ, അതിസാഹസികമായി മാത്രം നിലയുറപ്പിക്കാൻ കഴിയുന്ന 2 വെള്ളച്ചാട്ടങ്ങൾക്ക് നടുവിലുള്ള ചെങ്കുത്തായ താഴ്വരകളൊക്കെയുള്ള ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ദൗത്യ സംഘം വലിയ രീതിയിലുള്ള വ്യാപകമായ തിരച്ചിൽ നടത്തിയിരുന്നു. വനവാസികൾ അറിയിച്ച ഈ ദുർഗന്ധം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടത്തിയത്. ഈ സൺറൈസ് വാലിയിൽ നിന്നും ഇന്നലെയും മിനിഞ്ഞാന്നുമായി ഓരോ മൃതശരീര ഭാഗങ്ങളും ലഭിച്ചിരുന്നു. ഇത്തരത്തിൽ പ്രദേശവുമായി അടുത്തു നിൽക്കുന്ന ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട്, ഒപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ഈ തെരച്ചിലിൽ പങ്കെടുക്കാൻ സന്നദ്ധത അറിയിക്കുന്ന ആളുകളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലായിരിക്കും ഇന്ന് ഉണ്ടാകുക. അതോടൊപ്പം വയനാട്ടിലേക്ക് പ്രധാനമന്ത്രി എത്തുകയാണ്. പ്രതീക്ഷയോടെ അതിജീവനത്തിന്റെ പാതയിലേക്ക് കടക്കാൻ പോകുകയാണ് വയനാട്. രക്ഷാദൌത്യം അവസാനിപ്പിക്കുമ്പോൾ ഇനി അടുത്ത ഘട്ടത്തിലെ പ്രധാന കാര്യം അതിജീവനം തന്നെയാണ്. അതിജീവനം സാധ്യമാകുന്നതിന് വേണ്ടി എല്ലാ നടപടികൾക്കും കേന്ദ്രം കൂടെയുണ്ട് എന്നുള്ള സന്ദേശം നേരത്തെ തന്നെ അവരെ ഉറപ്പുവരുത്തിയതാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പം അവരോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ട് വയനാടിന്റെ സ്ഥിതിവിവരങ്ങളെല്ലാം കൃത്യമായി കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്തതാണ്. ഈ ഒരു ദുരന്തമുണ്ടായി തൊട്ടടുത്ത നിമിഷം മുതൽ തന്നെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വയനാട്ടിലെത്തുകയും പല ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തിരച്ചിലിനും സന്നദ്ധ പ്രവർത്തകർക്കും ഒപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കുമെല്ലാം ഏകോപനം നൽകുകയും ഇത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ വിലയിരുത്തലുകളും റിപ്പോർട്ടുകളും കേന്ദ്രത്തെയും പ്രധാനമന്ത്രിയെയും അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ആദ്യ ദിവസങ്ങളിൽ തന്നെ ജോർജ് കുര്യൻ ഇവിടെ എത്തി കാര്യങ്ങൾ വിലയിരുത്തുകയും അത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ നൽകുകയും ഒക്കെ ചെയ്തു. ഒപ്പം തന്നെ സുരേഷ് ഗോപിയുടെ ഒരു സന്ദർശനം ഉണ്ടായിരുന്നു. സുരേഷ് ഗോപിയും കൃത്യമായി തന്നെ ഇവിടെ എത്തി പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിൽ ഉടൻ തന്നെ കേന്ദ്രം സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചനകൾ നടത്തി കൃത്യമായ ഇടപെടലുകൾ ഉടൻ നടത്തുമെന്ന് അറിയിക്കുകയും ചെയ്തതാണ്. ഇത്തരത്തിൽ കേന്ദ്രമന്ത്രിമാരുടെ കൃത്യമായ ഇടപെടലുകൾ
ഉറപ്പുവരുത്തലുകൾ അതെല്ലാം ഇവിടുത്തെ ജനതയ്ക്ക് വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് പ്രധാനമന്ത്രി നാളെ നേരിട്ട് വയനാട്ടിലേക്ക് എത്തുന്നത്. അത് ഈ ഇവിടുത്തെ ജനങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്, വാക്കുകൾക്ക് അതീതമായ ഒരു കാര്യമാണ്. അതിജീവനത്തിലേക്ക് കടക്കുമ്പോൾ രാജ്യം കൂടെയുണ്ട്, പ്രധാനമന്ത്രി തങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് നാളെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ ലഭിക്കുക. സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഇന്നലെ SPG ഉദ്യോഗസ്ഥർ ഈ ഭാഗങ്ങളുടെ വിവിധ കേന്ദ്രങ്ങൾ സന്ദർശിച്ചുകൊണ്ട് വിലയിരുത്തലുകൾ നടത്തിയിരുന്നു, സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയിരുന്നു. ഹെലികോപ്റ്ററിൽ വിമാനത്തിൽ കണ്ണൂർ ഇറങ്ങി, കണ്ണൂരിൽ നിന്നും ഹെലികോപ്റ്ററിൽ കൽപ്പറ്റയിലെത്തി, കൽപ്പറ്റയിൽ നിന്നും അദ്ദേഹം റോഡ് മാർഗം ചൂരൽമലയിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയാണുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഏത് രീതിയിലായിരിക്കും അദ്ദേഹം ഇവിടേക്ക് എത്തുക എന്നുള്ള ഒരു കാര്യത്തിൽ, കൽപ്പറ്റയിൽ നിന്നും റോഡ് മാർഗം തന്നെയാണോ ഈ ചൂരൽമലയിലേക്ക് എത്തുക എന്നുള്ള ഒരു കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അത് സംബന്ധിച്ച് വലിയ പ്രതീക്ഷ ഒരുപക്ഷെ കേരളത്തിന് നൽകുന്ന ഒരു സന്ദർശനം കൂടിയാണ് ഇത്തവണ പ്രധാനമന്ത്രി നടത്താനിരിക്കുന്നത്. നാളെ അദ്ദേഹം വയനാട്ടിലേക്ക് എത്തുന്നുണ്ട്. മിഥുൻ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ മുതൽ തന്നെ സുരക്ഷാ അവലോകനങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു, പ്രത്യേക യോഗവും ചേർന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇത് ദുരന്ത ബാധിത പ്രദേശമായി പ്രഖ്യാപിക്കണം എന്നുള്ള ആവശ്യം അങ്ങനെ നിലനിൽക്കുകയാണ്. കാര്യം അതിൽ ചില സാങ്കേതിക കാരണങ്ങളാൽ, ചില കണക്കുകൾ പ്രകാരം നിലവിലുള്ള ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഇതിന് ആ ഒരു കാറ്റഗറിയിൽ വരില്ല. പക്ഷേ പ്രധാനമന്ത്രി സന്ദർശിക്കുന്നതോടുകൂടി ഉറപ്പാണ് അതിന് ശേഷമുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് വയനാട്ടിൽ. ഇനിയെങ്കിലും വയനാടിനും അവിടുത്തെ ആൾക്കാർക്കുമുള്ള ഒരു ആശ്വാസത്തിനായി.